Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോണോപോളി പവറിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മെഷർമെന്റ്സിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഫേമിന് മോണോപോളി പവർ ഉണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് പവർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫേമിന് എത്രമാത്രം അവിടുത്തെ പ്രൈസിനെയും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനെ അപേക്ഷിച്ച് അവർക്ക് ഒരിക്കലും ഈ പറയുന്ന പ്രൈസും ക്വാണ്ടിറ്റിയും ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രൈസിനെയോ ക്വാണ്ടിറ്റിനെയോ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രൈസിനെ ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേമിന് സാധിക്കുന്നില്ല. പക്ഷെ മോണോപ്പൊളി മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അവർക്ക് പ്രൈസിനെയും ഔട്ട്പുട്ടിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഒരു എക്സ്ട്രീം കേസിൽ അവിടെ മാർക്കറ്റ് പവർ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് എക്സ്ട്രീം കേസുകൾ അല്ലാതെ നമ്മൾ മറ്റ് കേസുകൾ പഠിക്കുന്ന അനുസരിച്ച് ഏതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഒളിഗോപോളി മാർക്കറ്റിലും അവർക്കും ഒരു സെർട്ടൈൻ ഡിഗ്രി അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ റേഞ്ചിൽ ഇവിടുത്തെ മാർക്കറ്റ് പവർ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഓരോ ഫേമിന്റെയും ഈ പറയുന്ന മാർക്കറ്റ് പവർ അല്ലെങ്കിൽ മോണോപോളി പവർ എത്രമാത്രം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് കാലയളവിൽ ഡിഫറെന്റ് മെഷർമെന്റ്സ് യൂസ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്ന ഈ ഒരു പർട്ടിക്കുലർ മോണോപോളി പവർ, അതായത് ഓരോ ഫേമിനും എത്രമാത്രം കൺട്രോൾ അവരുടെ പ്രൈസിനും ക്വാണ്ടിറ്റിക്കും ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെഷർമെന്റ്സിനെയാണ് നമ്മൾ ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ച് നമുക്ക് അറിയാവുന്നതാണ് എക്സ്ട്രീം മാർക്കറ്റ് പവർ ഉള്ളത് എവിടെയാണ്? മോണോപോളിക്ക് തന്നെയാണ്. മോണോപോളി മാർക്കറ്റിലാണ് അല്ലെങ്കിൽ മോണോപോളി ഫേമിനാണ് ഇവിടുത്തെ എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൈസിലും ഔട്ട്പുട്ടിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. അപ്പം ഇവിടുത്തെ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പറയുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അപ്രോച്ച് ആണ്. നമുക്കറിയാം പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേമിനെ അപേക്ഷിച്ച് അവിടുത്തെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, അതായത് ഒരു ഹൊറിസോണ്ടൽ ഷേപ്പ് ആണ് വന്നത്. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ഉള്ള ഒരു ഫേമിനെ അപേക്ഷിച്ച് അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്, മോർ ഇലാസ്റ്റിക് ആണ്. അപ്പൊ അവിടെ പ്രൈസിൽ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻ അവിടുത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇലാസ്റ്റിസിറ്റി കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? ഈ പറയുന്ന പർട്ടിക്കുലർ ഫേമിന് അവിടെ മാർക്കറ്റ് പവർ ഇല്ലെന്നുള്ളതാ. അപ്പൊ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേമിനെ അപേക്ഷിച്ച് അവരുടെ ഏതാണ് മാർക്കറ്റ് പവർ 0 ആണ്. പക്ഷെ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒരു മോണോപ്പൊളി മാർക്കറ്റിലേക്ക് വരുമ്പം ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി എന്താണ്? ലെസ് ആണ്. അതായത് ഇവിടുത്തെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായാലും കാര്യമായിട്ട് ഡിമാൻഡിൽ വ്യത്യാസം വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഒരേ ഒരു സെല്ലർ മാത്രമാണ്.
അപ്പൊ നമ്മൾ സംസാരിക്കുന്ന എല്ലാ ഇംപെർഫെക്റ്റ് മാർക്കറ്റുകളുടെയും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പം ഈ പറയുന്ന ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവുള്ള ഫേമുകൾക്കെല്ലാം, അത് മോണോപ്പൊളി ആയാലും മോണോപൊളിസ്റ്റിക് ആയാലും ഒളിഗോപ്പൊളി ആയാലും, ഇവർക്കെല്ലാം ഒരു സെർട്ടൈൻ ഡിഗ്രി ഓഫ് മാർക്കറ്റ് പവർ ഉണ്ടെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റിയുടെ ഒരു ഇൻവേഴ്സിനെ നമുക്കൊരു മെഷർമെന്റ് ആയിട്ട് എടുക്കാം. അതായത് ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? മാർക്കറ്റ് പവർ 0 ആണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. പക്ഷെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റീപ്പർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ്ലി സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു മോണോപ്പൊളിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. അപ്പം ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഉള്ള ഒരു ഫേമിന് മാർക്കറ്റ് പവർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന മോണോപ്പൊളി പവർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി ഈ പറയുന്ന മോണോപ്പൊളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോണോപൊളിസ്റ്റിക്കില് കുറച്ചുകൂടെ ഫ്ലാറ്റർ ആണ്, പക്ഷെ സ്റ്റീപ്പർ ആയിട്ട് തന്നെയുള്ള ഒരു ഡിമാൻഡ് കർവ് ആണ്. ഇവിടെയും എന്താണ്? മോണോപ്പൊളി പവർ അല്ലെങ്കിൽ മാർക്കറ്റ് പവർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റിനെ ഒരു മെഷർമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞതനുസരിച്ച് എന്താണ്? അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡിമാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സോ ദാറ്റ് ഫേം എൻജോയ് നോ മോണോപ്പൊളി പവർ. When the demand curve is less than perfectly elastic, some element of monopoly power will be present, indicating that the seller will enjoy some degree of monopoly power. This is seen in the case of market like monopoly, monopolistic competition, oligopoly, etc. The seller in this case can increase the price of the product as the demand curve for his product slope downward. Also, the seller can lower the price and increase the quantity supply to grab some buyers from his rivals. Therefore, when the demand curve slope downward, the seller uses his power to change the price. The less elasticity of demand for his product, the greater the degree of monopoly power and vice versa. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? മാർക്കറ്റ് പവർ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇനി ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ മാർക്കറ്റ് പവർ കുറവാണ്. അപ്പം ഈ ഇലാസ്റ്റിസിറ്റി മാർക്കറ്റ് പവറും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇലാസ്റ്റിസിറ്റിനെ നമുക്കൊരു മെഷർ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. When the demand is perfectly inelastic, the seller can charge any price for his product. With fixed demand, the seller will enjoy absolute monopoly power. Thus, greater the elasticity of demand, the less degree of monopoly power enjoyed by the firm. അപ്പം ഇലാസ്റ്റിസിറ്റി കൂടിയാൽ മാർക്കറ്റ് പവർ എന്താണ്? കുറവാണ്, അല്ലെങ്കിൽ മോണോപ്പൊളി പവർ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇലാസ്റ്റിസിറ്റി അപ്രോച്ചിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റിയുടെ ഇൻവേഴ്സിനെ എന്താണ്? ഈ മോണോപ്പൊളി ഡിഗ്രി ഓഫ് മോണോപ്പൊളി പവറിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ? 1 ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പം എന്താ? ഇലാസ്റ്റിസിറ്റി കൂടിയാൽ മാർക്കറ്റ് പവർ കുറയുന്നു, ഇലാസ്റ്റിസിറ്റി കുറഞ്ഞാൽ മാർക്കറ്റ് പവർ കൂടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോണോപ്പൊളി പവർ ആൻഡ് ഇലാസ്റ്റിസിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ മെഷറിന് എന്താണ്? 1 ഇലാസ്റ്റിസിറ്റി എന്നാണ്. അപ്പം ഇവിടെ ആദ്യം നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ ഇൻവേഴ്സിനെ മോണോപ്പൊളി പവർ മെഷർ ചെയ്യുന്ന ഒരു എന്താണ് മെഷർമെന്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത്. ലെസ് ദ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, the greater the monopoly power enjoyed by the seller. The greater the elasticity of demand, less degree of monopoly power. അപ്പം മോണോപ്പൊളി പവർ കൂടുന്ന എപ്പോഴാണ്? ഇലാസ്റ്റിസിറ്റി കുറയുമ്പോഴും. ഇലാസ്റ്റിസിറ്റി കൂടുമ്പോൾ മോണോപ്പൊളി പവർ കുറയുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടുത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1/4 or 0.25 ആണെങ്കിൽ അവിടുത്തെ ഡിഗ്രി ഓഫ് മോണോപ്പൊളി പവർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. 1/0.25 എന്നുള്ളത് എന്താണ്? 4 ആണ് അവിടുത്തെ ഡിഗ്രി ഓഫ് മോണോപ്പൊളി പവർ. ഇനി ഇലാസ്റ്റിസിറ്റി ചേഞ്ച് ചെയ്യുന്നു, 3ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ 1/3 ആണ് അവിടുത്തെ മോണോപ്പൊളി പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് ഏതാണ്? ലേണേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ ആദ്യത്തേതാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി മാർക്കറ്റ് പവറും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റീസിനെ ഒരു മെഷർമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. മോണോപ്പൊളിക്ക് കമ്പാരിറ്റീവ്ലി എന്താണ്? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. അപ്പൊ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് അല്ല, എല്ലാ ഫേംസിനും എന്താണ്? അവിടെ മാർക്കറ്റ് പവർ ഉണ്ട്. അപ്പൊ ആ മാർക്കറ്റ് പവറിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ആ ടെക്നിക് യൂസ് ചെയ്യുന്നത്. ഇനി ലേണേഴ്സ് ഇൻഡെക്സിലേക്ക് വരുന്നു. The measurement of monopoly power, which has gained great popularity in developed by Lerner considered perfect competition as the state of maximum welfare, and any divergence from it would be considered as the presence of some monopoly power, which as a result lead to inefficient allocation of resources by the monopolies. Lerner argued that when the market is imperfect,
marginal cost will equal marginal revenue, but price will be higher than marginal cost or marginal revenue at equilibrium. അപ്പം ഒരു വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന കണ്ടീഷൻ എവിടെയാണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാ. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് നടക്കുന്നു. അതായത് നമ്മുടെ അലോക്കേറ്റീവ് എഫിഷ്യൻസി P=MC എന്ന് പറയുന്ന കണ്ടീഷനെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മോണോപ്പൊളിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇൻഎഫിഷ്യന്റ് അലോക്കേഷൻ ആണ്. അവിടുത്തെ പ്രൈസ് ഒരിക്കലും ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് അല്ല. MCMR ഇക്വാളിറ്റി ഉണ്ട്, പക്ഷെ പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് അല്ല. അപ്പൊ ഈ പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഈ ഡൈവർജൻസ് ആണ് അവിടുത്തെ ഇൻഎഫിഷ്യൻസീസിനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റ് പവറിനെ കാണിക്കുന്നത് എന്നുള്ളതാണ് ലേണേഴ്സ് ഇൻഡെക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലേണേഴ്സ് ഇൻഡെക്സ് പറയുന്ന അനുസരിച്ച് പ്രൈസ് മാർജിനൽ കോസ്റ്റിനോട് ഈക്വൽ ആയാലാണ് അവിടെ ഒരു സോഷ്യൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് എഫിഷ്യന്റ് അലോക്കേഷൻ നടക്കുന്നത്. ഈ പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഡൈവർജൻസ് ആണ് ഓരോ ഫേമിന്റെയും മാർക്കറ്റ് പവറിനെ കാണിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ലേണേഴ്സ് ഇൻഡെക്സിൽ പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഈ ഡൈവർജൻസിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ മോണോപോളി പവറിനെ മെഷർ ചെയ്യാൻ പോകുന്നത്. ദ ഗ്രേറ്റർ ദിസ് ഡൈവർജൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് മാർജിനൽ കോസ്റ്റ്, ദ ഗ്രേറ്റർ ഈസ് ദ ഡിഗ്രി ഓഫ് മോണോപോളി പവർ possessed by the monopolist. ലേണർ ഇൻഡെക്സ് ഓഫ് മോണോപോളി പവർ ഈസ് ഗിവൺ ബിലോ. അതായത് ഇവിടെ ഈ പറയുന്ന പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഡൈവർജൻസ് കൂടിയാൽ മാർക്കറ്റ് പവറും കൂടും, അല്ലെങ്കിൽ മോണോപോളി പവറും കൂടും. ഇനി പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഡൈവർജൻസ് കുറഞ്ഞാൽ മാർക്കറ്റ് പവർ കുറയും, അല്ലെങ്കിൽ മോണോപോളി പവർ കുറയും. അപ്പൊ ലേണേഴ്സ് ഇൻഡെക്സിന്റെ മെഷർമെന്റ് എന്താണ്? M=, അതായത് ഡിഗ്രി ഓഫ് മാർക്കറ്റ് പവർ മോണോപോളി പവർ കണ്ടുപിടിക്കാൻ P-MC, അതായത് ആ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രൈസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പറയുന്ന ഡിഗ്രി ഓഫ് മോണോപോളി പവർ കിട്ടും. അപ്പൊ ലേണേഴ്സ് ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ലേണേഴ്സ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താണ്? P=, മാർജിനൽ കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രൈസ്. P=, മാർജിനൽ കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രൈസ്, അല്ലെങ്കിൽ പ്രൈസ് മൈനസ് മാർജിനൽ കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രൈസ്. ഇത് തന്നെയാണ് എന്ത് ലേണേഴ്സ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ M എന്ന് പറയുന്നത് എന്താണ്? ലേണേഴ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ ലേണേഴ്സ് മോണോപോളി പവർ ആണ്. ദെൻ P എന്ന് പറയുന്ന പ്രൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന പ്രൈസ് നമുക്കറിയാവുന്ന പോലെ തന്നെ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം കേസാണ്. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ P=MC എന്നാണ്. പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള ഈ ഡിഫറൻസ് 0 ആയിരിക്കും. അതായത് P-MC എന്ന് പറയുന്ന ഈ ഡിഫറൻസ് 0 ആയിരിക്കത്തില്ലേ? അപ്പം 0/P ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. അപ്പം ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അല്ലെങ്കിൽ മോണോപോളി പവർ ഇല്ലാത്ത ഒരു ഫേമിന്റെ ലേണേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ അടുത്തൊരു എക്സ്ട്രീം ആണ് എന്ത്? ഒരു പ്യുവർ മോണോപോളി എന്ന് പറയുന്നത്. അപ്പൊ പ്യുവർ മോണോപോളി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പ്യുവർ മോണോപോളിയുടെ പ്രത്യേകത എന്താ? അവിടുത്തെ മാർജിനൽ കോസ്റ്റ് 0 ആയിരിക്കും. അപ്പൊ ഈ മാർജിനൽ കോസ്റ്റ് പ്യുവർ മോണോപോളിയിൽ 0 ആണ്. അതാണ് മറ്റൊരു എക്സ്ട്രീം കേസ്. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഒരു എക്സ്ട്രീം, അതിന്റെ എക്സ്ട്രീം ആണ് പ്യുവർ മോണോപോളി എന്ന് പറയുന്നത്. അപ്പൊ പ്യുവർ മോണോപോളിയിലെ മാർജിനൽ കോസ്റ്റ് 0 ആയിട്ടാണ്. നമ്മൾ ഈ ഒരു വെല്ലിന്റെ കാര്യമൊക്കെ പഠിക്കാറുണ്ട്. ഒരു പ്രദേശത്ത് ഒരു കിണറുണ്ട്. അപ്പൊ അവിടുന്ന് മാത്രമാണ് വെള്ളം എന്ത് ചെയ്യാൻ പറ്റുക? കോരാൻ പറ്റുക ആളുകൾക്ക്. അപ്പം ഇവിടെ ഈ പ്രൊഡ്യൂസറെ അപേക്ഷിച്ചിട്ട് എന്താ? ഒരു നാച്ചുറൽ റിസോഴ്സ്. അപ്പൊ നാച്ചുറൽ റിസോഴ്സ് ഇയാൾക്ക് എന്താണ്? ഒരു കോസ്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം ആളുകൾ എടുക്കുന്നതുകൊണ്ട്. അപ്പം പക്ഷെ ഇയാൾ എന്ത് ചെയ്യും? ഹയർ പ്രൈസ് ചാർജ് ചെയ്യും. അപ്പൊ മാർജിനൽ കോസ്റ്റ് 0 ആകുന്ന സിറ്റുവേഷൻ ആണ് പ്യുവർ മോണോപോളിസ്റ്റ്. അപ്പം ഇങ്ങനെ പ്യുവർ മോണോപോളിസ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഡിഫറൻസ് എന്താ? P-MC ഡിവൈഡ് ബൈ P എന്ന് പറയുന്നിടത്ത് P-0 ഡിവൈഡ് ബൈ P ആണ്. അപ്പൊ P/P എന്ന് പറയുന്നത് 1 ആവും. അപ്പം ഇവിടെ എന്താണ്? പ്യുവർ മോണോപോളിസ്റ്റിനെ അപേക്ഷിച്ച് ലേണേഴ്സ് ഇൻഡെക്സ് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ലേണേഴ്സ് ഇൻഡെക്സ് വേരി ചെയ്യുന്ന എങ്ങനെയാണ്? 0ക്കും 1നും ഇടയ്ക്കാണ്. 0ക്കും യൂണിറ്റിക്കും ഇടയ്ക്കാണ്. 0 ആകുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്? അത് മോണോപോളി പവർ 0 ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മോണോപോളി എന്ന് പറയുന്നത് 0 ആണ്. ഇനി 1 ആകുന്ന സിറ്റുവേഷൻ എന്താണ്? എക്സ്ട്രീം മോണോപോളി പവർ ഉള്ളപ്പോഴാണ് 1 ആകുന്നത്. അപ്പം 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഈ പറയുന്ന ലേണേഴ്സ് ഇൻഡെക്സ് വേരി ചെയ്യുക. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് ലേണേഴ്സ് ഇൻഡെക്സ്, ഗ്രേറ്റർ ദ ഡിഗ്രി ഓഫ് മോണോപോളി പവർ possessed by the seller. അപ്പം ഇവിടെ ഈ 1നോട് അടുക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ യൂണിറ്റിയോട് അടുക്കുന്നതനുസരിച്ച് എന്താണ്? മോണോപോളി പവർ അല്ലെങ്കിൽ മാർക്കറ്റ് പവർ ഒരു ഫേമിന് കൂടുതൽ കിട്ടും. അപ്പം ലേണേഴ്സ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് മാർക്കറ്റ് പവർ കൂടുന്നു, ലേണേഴ്സ് ഇൻഡെക്സ് കുറയുന്നതനുസരിച്ച് മാർക്കറ്റ് പവർ കുറയുന്നു. അപ്പൊ എക്സ്ട്രീം കേസിലെ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം, കാരണം P=MC ആണ്. അപ്പൊ P-യും MC-യും തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. അപ്പൊ 0/P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. ദെൻ എക്സ്ട്രീം കേസിലെ MC 0 ആകുന്ന പ്യുവർ മോണോപോളി ആണ്. അവിടെ P/P എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 ആകുന്നത് എവിടെയാണ്?
ഒരു മോണോപ്പൊളിയുടെ സിറ്റുവേഷൻ ആണ്. അപ്പം ലേണേഴ്സ് ഇൻഡെക്സ് ഗ്രേറ്റർ ആകുന്നിടത്ത് മോണോപ്പൊളി പവർ കൂടുന്നു, ലേണേഴ്സ് ഇൻഡെക്സ് കുറയുന്നതനുസരിച്ച് മോണോപ്പൊളി പവർ കുറയുന്നു. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മൾ ആദ്യം കണ്ടത് ഇലാസ്റ്റിസിറ്റിക് അപ്രോച്ച് ആണ്. ഇലാസ്റ്റിസിറ്റി കൂടിയാൽ അതിനർത്ഥം മോണോപ്പൊളി പവർ അല്ലെങ്കിൽ മാർക്കറ്റ് പവർ കുറയുന്നു, ഇലാസ്റ്റിസിറ്റി കുറഞ്ഞാൽ മാർക്കറ്റ് പവർ കൂടുന്നു. അതാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്ത്. രണ്ടാമത്താണ് ലേണേഴ്സ് ഇൻഡെക്സ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് അല്ലെങ്കിൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് P=MC ആണ്, പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആണ്. അപ്പൊ എഫിഷ്യന്റ് അലോക്കേഷൻ ആണ്. ഇൻഎഫിഷ്യന്റ് അലോക്കേഷൻസ് ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടെ ഏതാണ് സോഷ്യൽ വെൽഫെയർ ലോസ് ഉണ്ടാകുന്നത്. അപ്പം പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ആ ഡൈവർജൻസിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ലേണേഴ്സ് ഇൻഡെക്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലേണേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാണ്, P-MC/P ആണ്, P-MC/P ആണ്. അപ്പം പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേമിനെ അപേക്ഷിച്ച് ലേണേഴ്സ് ഇൻഡെക്സ് 0 ആയിരിക്കും. മോണോപ്പൊളി പ്യുവർ മോണോപ്പൊളിക്ക് ലേണേഴ്സ് ഇൻഡെക്സ് 1 ആയിരിക്കും. അപ്പൊ 1നും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ലേണേഴ്സ് ഇൻഡെക്സിന്റെ വാല്യൂ വരിക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് മൂന്നാമത്തെ മെഷർമെന്റ് ആണ്. മൂന്നാമത്തെ മെഷർമെന്റ് പേരെന്താണ്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അപ്രോച്ച്. അപ്പൊ ക്രോസ് ഇലാസ്റ്റിസിറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ മോണോപ്പൊളി പവർ മെഷർ ചെയ്യുന്ന ടെക്നിക്കാണ് മൂന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പൊ എന്താണ് ആദ്യം ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് നോക്കണം. ദ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ പ്രൊഡക്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് അനദർ ഗുഡ്. അതായത് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് കോംപ്ലിമെന്ററീസിന്റെ കാര്യം പറയാറുണ്ട് അല്ലെ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാറ് പെട്രോളിന്റെ വില കൂടുമ്പോൾ കാറിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. അപ്പം ഇതെന്താണ്, ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പം ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടായ ചേഞ്ച് മറ്റൊരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് വിളിക്കുക. അപ്പൊ ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റിനെ മോണോപ്പൊളി പവർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക് ആയിട്ട് ആദ്യം അഡ്വക്കേറ്റ് ചെയ്യുന്നത് കാൾഡർ ആണ്. പിന്നീട് റോബർട്ട് ട്രിഫിൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റും ഈ ഒരു പർട്ടിക്കുലർ മെഷർമെന്റിനെ എന്താണ് മോണോപ്പൊളി പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. റോബർട്ട് ട്രിഫിന്റെ വർക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ വർക്കിന്റെ പേര് പറഞ്ഞിരിക്കുക വാല്യൂ തിയറി ആൻഡ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നോഷൻ എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ, ഈ രണ്ട് പ്രൊഡക്റ്റുകൾ റിലേറ്റഡ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് മറ്റൊരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെന്താണ്, അത് പലപ്പോഴും മാർക്കറ്റിൽ എന്ത് ചെയ്യാം, മോണോപ്പൊളി പവറിനെ റെഡ്യൂസ് ചെയ്യാം. നോക്കാം, in the cross elasticity of demand approach, the measurement of monopoly power point to the degree of the dependence of a firm's product upon the price of the other firm's product. If demand for a firm's product does not depend upon the price of other firm's product, then that firm will be completely independent of price and output policies of the others, and cross elasticity of demand for its product will be 0. അപ്പം മറ്റൊരു ഫേമിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ ഈ ബന്ധം എന്ത് ചെയ്യാം, ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രൈസിനെയും ക്വാണ്ടിറ്റി ഡിമാൻഡിനെയും കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റേഷൻ പ്രൊഡ്യൂസർക്ക് കൊണ്ടുവരാം. ഇനി അങ്ങനെയല്ല, എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് അതർ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസോ ക്വാണ്ടിറ്റി ഡിമാൻഡോ ഒരിക്കലും മറ്റ് പ്രൊഡക്റ്റുകളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനോടോ പ്രൈസിനോടോ റിലേറ്റഡ് അല്ലെങ്കിൽ എനിക്ക് എന്താണ്, എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പവർ എന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസിലും ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ട്. അപ്പം എന്റെ പ്രൊഡക്റ്റ് മറ്റു പ്രൊഡക്റ്റിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്റെ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് മറ്റു പ്രൊഡക്റ്റുകളുടെയോ മറ്റ് പ്രൊഡക്റ്റുകളുടെ പ്രൈസിനെയോ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടല്ലെങ്കിൽ എനിക്ക് എന്താണ് കംപ്ലീറ്റ് മാർക്കറ്റ് പവർ അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ ഓവർ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മൈ പ്രൊഡക്റ്റിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റി കുറയുന്നതനുസരിച്ച് എന്താണ്, മോണോപ്പൊളി പവർ കൂടുന്നു. ക്രോസ് ഇലാസ്റ്റിറ്റി കൂടുന്നതനുസരിച്ച് മോണോപ്പൊളി പവർ കുറയുന്നു. അതാ ഇവിടെ പറയുന്നത്. സ്മോളർ ദ ഡിഗ്രി ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ്, the greater the degree of monopoly power enjoyed by it, and vice versa. The cross elasticity of demand between the product of two firms X and Y can be written. അപ്പൊ ക്രോസ് ഇലാസ്റ്റിക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇതിനു മുമ്പ് ഇലാസ്റ്റിസിറ്റീസ് പഠിച്ച സമയത്ത് കണ്ടത് എന്താണ്, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് X ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് Y. അതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് X
ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൈയുടെ പ്രൈസിൽ ഉണ്ടായ ചേഞ്ച് എത്രമാത്രം ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പം ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സമറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്, ഡെൽറ്റ ക്യു എക്സ് ഇൻറ്റു പി വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ പി വൈ ഇൻറ്റു ക്യു എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പം ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കാണാം, മാർക്കറ്റ് പവറിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്രോസ് ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ മാർക്കറ്റ് പവർ കുറവാണ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി കുറവാണെങ്കിൽ മാർക്കറ്റ് പവർ കൂടുതലായി. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ക്രോസ് ഇലാസ്റ്റിസിറ്റി മാർക്കറ്റ് പവറും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് എം വിൽ വേരി ബിറ്റ്വീൻ 0 to infinite, which shows the degree of monopoly power of the firm. When the demand for the output of firm X is not affected at all by the price of any other firm's Y, the cross elasticity of demand for its product will be 0. That is, M is equal to market power will be 0. In this case, the firm X will enjoy absolute monopoly power in pursuing his own price and quantity policies in the one extreme. അപ്പം M is equal to, അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റി 0 ആണെങ്കിൽ മാർക്കറ്റ് പവർ എക്സ്ട്രീം ആണ്, മാർക്കറ്റ് പവർ എക്സ്ട്രീം ആണ്. ഇനി in another extreme, according to Triffin and others, the cross elasticity of demand between the product of various firms under perfect competition is infinite, and therefore firms under perfect competition enjoy no monopoly power at all. അപ്പം ഇവിടെ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേമിനെ അപേക്ഷിച്ച് ക്രോസ് ഇലാസ്റ്റിസിറ്റി കംപ്ലീറ്റ്ലി എന്താണ്, ഇൻഫിനിറ്റ് ആണ്. അതായത് അവിടെ അവിടുത്തെ പ്രൈസിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായ മറ്റു പ്രൊഡക്റ്റുകൾ ഇത് അഫക്ട് ചെയ്യുന്നു, അല്ലെ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആണെന്ന് പറയാം. അപ്പൊ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആണ്, മോണോപ്പൊളി പവർ 0 ആണ്. അപ്പൊ ക്രോസ് ഇലാസ്റ്റിസിറ്റിയും മാർക്കറ്റ് പവറും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ നമ്മൾ കണ്ടത്. ക്രോസ് ഇലാസ്റ്റിസിറ്റി കൂടിയാൽ മാർക്കറ്റ് പവർ കുറയുന്നു, ക്രോസ് ഇലാസ്റ്റിസിറ്റി കുറഞ്ഞാൽ മാർക്കറ്റ് പവർ കൂടുന്നു. അപ്പം ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റിനെ ഇവിടെ ഇവിടെ മോണോപ്പൊളി പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് മെഷർ ചെയ്തു. അപ്പം ഇൻവേഴ്സ് ഓഫ് ഇലാസ്റ്റിറ്റി 1/E ഇലാസ്റ്റിസിറ്റി പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ മെഷർമെന്റ് ആയിട്ട് യൂസ് ചെയ്തു. രണ്ടാമത് ലേണേഴ്സ് ഇൻഡെക്സ് കണ്ടു. അവിടെ പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻഡെക്സ് ഫോം ചെയ്യുന്നു, P മൈനസ് MC ഡിവൈഡ് ബൈ P. അതിനെയാണ് അവിടെ ലേണേഴ്സ് ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മാർജിനൽ കോസ്റ്റും പ്രൈസും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്, P ഇസിക്കൽ M ഇസിക്കൽ ടു 0 വരുന്നത്. അപ്പൊ 0 ആണെങ്കിൽ അത് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആണ്. ഇനി ലേണേഴ്സ് ഇൻഡെക്സ് 1 ആണെങ്കിൽ എക്സ്ട്രീം മോണോപ്പൊളി പവർ അവിടെ ഉണ്ട്. ദെൻ ക്രോസ് ഇലാസ്റ്റിസിറ്റിയിലേക്ക് വരുമ്പോൾ ക്രോസ് ഇലാസ്റ്റിറ്റി മോണോപ്പൊളി പവറും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി കൂടിയാൽ മാർക്കറ്റ് പവർ കുറയുന്നു, ക്രോസ് ഇലാസ്റ്റിക് കുറഞ്ഞാൽ മാർക്കറ്റ് പവർ കൂടുന്നു. അപ്പം ഇവിടെ 0ക്കും ഇൻഫിനിറ്റിനും ഇടയ്ക്കാണ്. 0 ആണെങ്കിൽ മോണോപ്പൊളി പവർ എക്സ്ട്രീം ആണ്, ഇൻഫിനിറ്റ് ആണെങ്കിൽ അത് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം ആണ്, മാർക്കറ്റ് പവർ എന്ന് പറയുന്നത് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഇനി the given these two limit, the less the coefficient of the cross elasticity of demand, the greater the monopoly power, vice versa. ഇനി ലാസ്റ്റത്തെയാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് റൂച്ചിൽഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെഷർമെന്റിലൂടെ വളരെ റീസെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ മോണോപ്പൊളി പവർ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു മെഷർമെന്റ് ആണ്. അപ്പൊ ആ പേരൊന്നും ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിന് എത്ര നാളത്തേന് ഈ ഒരു മോണോപ്പൊളി പവർ ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മോണോപ്പൊളി പവറിന്റെ എത്ര എക്സ്റ്റെൻഡ് അയാൾക്ക് കിട്ടും, എത്ര നാളത്തേന്, ഹൗ ഫാർ, എത്ര നാളത്തേന് അതിന് അയാൾക്ക് ഇതിനെ മോണോപ്പൊളി പവർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു മെഷർമെന്റ് ആണ് റൂച്ചിൽഡ് അപ്രോച്ച് എന്ന് വിളിക്കുക. അപ്പൊ 4 മെഷർമെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അപ്രോച്ച്, 2 ലേണേഴ്സ് ഇൻഡെക്സ്, 3 ക്രോസ് ഇലാസ്റ്റിസിറ്റി, 4 റൂച്ചിൽഡ് അപ്രോച്ച്. റൂച്ചിൽഡ് അപ്രോച്ച് എന്ന് പറയുന്ന 4 മെഷർമെന്റുകളാണ് ഇവിടെ മോണോപ്പൊളി പവർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർ ദ ഡിഗ്രി ഓഫ് മോണോപ്പൊളി പവർ? ഹിയർ സിംബിൾസ് ഹാവ് ദെയർ യൂഷ്വൽ മീനിങ്. അപ്പൊ ഇവിടെ മോണോപ്പൊളി പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷർമെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കും. ഫസ്റ്റ് വൺ AR മൈനസ് MR ഡിവൈഡ് ബൈ AR, AR ഡിവൈഡ് ബൈ AR മൈനസ് MR, MR ഡിവൈഡ് ബൈ AR മൈനസ് MR, AR മൈനസ് MR ഡിവൈഡ് ബൈ MR. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തിനോടാണ്? ലേണേഴ്സ് ഇൻഡെക്സിനോടാണ്. അപ്പൊ ലേണേഴ്സ് ഇൻഡെക്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ആക്ച്വലി P മൈനസ് MC ഡിവൈഡ് ബൈ P ആണ്. പക്ഷെ നമുക്കറിയാം ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? ആവറേജ് പ്രൈസ് കർവ് തന്നെയാണ് ആവറേജ് റവന്യൂ കർവ്. അപ്പം അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്ന NCMR ഇക്വാളിറ്റി ആണ്, അത് തന്നെയാണ് MR എന്ന് പറയുന്നത്. അപ്പം AR മൈനസ് MR ഡിവൈഡ് ബൈ AR, അതായത് പ്രൈസിന് പകരം AR നെ എടുത്തു, മാർജിനൽ കോസ്റ്റിന് പകരം MR നെ എടുത്തു.
അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഓരോ വേർഡിനും ഓരോ ടേംസിനും അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ എടുത്തിരിക്കുക. അതായത് AR എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ AR എന്ന് പറയുന്നത് എന്താ പ്രൈസ് തന്നെയാണ് അല്ലെ. പ്രൈസ് കർവ് AR കർവ് ഒന്നാണെന്ന് നമ്മൾ പറയുന്നത്. MR എന്ന് പറയുന്നത് MCMR ഇക്വാലിറ്റി ആണ്. അതുകൊണ്ട് MCക്ക് വരെ MR നെ എടുക്കുന്നു, AR നെ തന്നെ താഴെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ആൻസർ വരിക. അതായത് മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുക, ലേണേഴ്സ് ഇൻഡെക്സിനെ വേറൊരു രീതിയിൽ ഡിനോട്ട് ചെയ്തിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ AR കർവ് തന്നെയാണ് പ്രൈസ് കർവ്, മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂം ഇക്വാളിറ്റി ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ MCക്ക് വരെ MR നെ യൂസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. അപ്പം 4 മെഷർമെന്റ് നമ്മൾ മോണോപോളി പവർ മെഷർ ചെയ്യാൻ കണ്ടിരിക്കുകയാണ്. താങ്ക് യു. കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 മിനിറ്റ്സ് ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.